प्यारो बच्चों, 9वीं कक्षा की हिंदी क्लास में आप सबका स्वागत है। पहले हमको इकाई 1 के एक चित्र के बारे में പരിചയ दी। यहाँ एक चित्र है। ഇവിടെ ഒരു ചിത്രമുണ്ട്। चित्र में क्या क्या है? ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ध्यान से देखिए, ശ്രദ്ധിച്ചു നോക്കൂ। यहाँ प्रकृति की तस्वीर है जो जीने की प्रेरणा देती है। പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കാനുള്ള ഒരു പ്രേരണ നൽകുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. दोनों पक्षी आशा और आश्चर्य से भरी आंखों से नीचे की ओर देख रहे हैं. രണ്ട് പക്ഷികള് പ്രതീക്ഷയും അത്ഭുതവും നിറഞ്ഞ കണ്ണുകളോടെ താഴേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. आप अभी 8वीं कक्षा से 9वीं कक्षा तक उत्तीर्ण हुए हैं. നിങ്ങളും 8ൽ നിന്ന് 9ലേക്ക് വിജയിച്ചവരാണ്. ये पक्षियों नए क्लास में प्रवेश करने वाले बच्चों की तरह दिखते हैं और उम्मीद करते हैं कि वे ऐसे करेंगे. പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെ പോലെയാണ് ഈ കിളികളും ഈ പക്ഷികളും പ്രതീക്ഷയോടെ അങ്ങനെ നോക്കി നിൽക്കുന്നത്. हम उसके नीचे 3 पंक्तियां देखते हैं. നമുക്ക് അതിന് താഴെ ഒരു 3 ലൈൻസ് കാണാം. मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा. मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा. वृद्धाश्रम से माम का पत्र आया. വൃദ്ധാശ്രമത്തിൽ നിന്ന് അമ്മയുടെ കത്ത് വന്നു. ഉസ്മേ ലിഖാ ഹേ കി ബേട്ടാ തും കൈസേ ഹോ. അതിലെന്താണ് എഴുതിയിട്ടുള്ളത്? മോനെ, നിനക്ക് എങ്ങനെയുണ്ട്? തും ഖുഷി ഹേന, നിനക്ക് സുഖമായിരിക്കുന്നില്ലേ? വൃദ്ധാശ്രമ മേ ഹേ തോ ബി മാം കാ യാദ് കിസ്കെ ബാരേ മേം ഹേ. വൃദ്ധാശ്രമത്തിൽ ആണെങ്കിൽ പോലും അമ്മ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? അപ്പിനെ ബേട്ടേക്ക് ബാരേമേ, തൻ്റെ കുട്ടിയെക്കുറിച്ചാണ്, മകനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. हमारी इकाई 1 के पहला पाठ है. നമ്മുടെ ഇക്കായി 1 ആദ്യത്തെ പാഠമാണ് पुल बनी दी माँ. इस कविता में माम का प्यार के बारे में वर्णित करती है. ഈ കവിതയിൽ അമ്മയുടെ സ്നേഹത്തെ കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. पाठ का नाम है पुल बनी दी माँ. कवि का नाम नरेंद्र पुंडरीक. पुरानी पीढ़ी के उत्तरदायित्वों से विमुख होती जा रही नई पीढ़ी के व्यवहार के बारे में श्री नरेंद्र पुंडरीक की कविता है पुल बनी दी माँ. പ്രായമായവരോടുള്ള കടമകളുടെ നേർക്ക് മുഖം തിരിക്കുന്ന പുതിയ തലമുറയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ശ്രീ നരേന്ദ്ര പുണ്ടരീക് രചിച്ച കവിതയാണ് പുൽ ബനി ദി മാँ. पारिवारिक संबंधों के टूटने की अंध व्यर्थता यहाँ हम देख सकते हैं. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന്റെ വേദന നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. പുൽ ബനി ദി മാം, അമ്മ ഒരു പാലമായിരുന്നു. हम भाइयों के बीच पुल बनी दी माँ जिसमें आए दिन दौड़ती रहती थी बेधड़क. बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. कवि माम के अमूल्य प्यार के बारे में वर्णित करते हुए कहते हैं. കവി അമ്മയുടെ അമൂല്യമായ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നു. മാം ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി. അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു. पुल, इसका अर्थ है ब्रिज. पुल 2 किनारों को आपस में जोड़ते हैं. पुल 2 किनारों को आपस में जोड़ते हैं. പാലം എന്ന് പറയുന്നത് 2 തീരങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലം ഉപയോഗിക്കുന്നത്.
मां परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी रही. इसी रूप में मां परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी. ഇതേ പ്രകാരമാണ് അമ്മ കുടുംബത്തിലെ ഓരോ അംഗത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് എന്നാണ് പറയപ്പെടുന്നത്. जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरीलाल बत्ती के हम लोगों की चुक चुक चक चक. इस माम रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी बेरोक टोक चलती രഹ്തി. മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ തടസ്സങ്ങളില്ലാതെ കടന്നുപോയി. ഇതിന്റെ അർത്ഥം മക്കളാകുന്ന തീവണ്ടി അല്ലെ, മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ മക്കൾ യാതൊരു തടസ്സങ്ങളുമില്ലാതെ നിയന്ത്രണങ്ങളുമില്ലാതെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. पिता के बाद हम भाइयों के बीच पुल बनी माम अचानक नहीं टूटी धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है माम. पिता के मरने के बाद भी भाइयों के बीच माम पुल बनी रही. അച്ഛന്റെ മരണത്തിന് ശേഷം ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായി തീർന്നു. माम धीरे धीरे टूटने लगे. अचानक नहीं टूटी धीरे धीरे टूटती रही. माम ധീരെ ധീരെ ടൂട്ടിനെ ലഗി. അമ്മ പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങി. ഇസ്കാ അർത്ഥ ഹേ, ഇതിന്റെ അർത്ഥം എന്താ? അമ്മ പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാനസിക രൂപ സേ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി ഗയി. മാനസികമായിട്ട് അമ്മ എന്താണ്? പതുക്കെ പതുക്കെ ബലഹീനതയായിക്കൊണ്ടിരുന്നു, അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബൂട്ടാ രഹി ഹേ മാം. ഉസ്കെ ശരീർ പർ ബൂട്ടാപ്പേ കാ അസർ ദിഖ്നെ ലഗാ. അമ്മയുടെ ശരീരത്തിൽ എന്താണ്? വൃദ്ധാവസ്ഥയുടെ ഒരു സ്വാധീനം കാണാൻ തുടങ്ങി. വഹ് ശാരീരിക ഓർ മാനസിക രൂപ സേ ഭി കംസോർ ഹോനെ ലഗി थी. അമ്മ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്താണ്? ബലഹീനതയായിക്കൊണ്ടിരിക്കുന്നു. അമ്മക്ക് വയസ്സായി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. एक माम के बार बार कहने को हम मानकर चलते रहे. उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती माम. एक ही बात को माम बार बार कहने लगी. പറഞ്ഞ കാര്യങ്ങൾ തന്നെ അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉസ്കെ ബൂട്ടെ ഹോനെ കി आदत और अपनी हर आवाज में धीरे टूटती रही मां. बच्चे इस आदत को उनके बढ़ते हुए बूटापे की निशानी मानकर जीने लगे. കുട്ടികൾ അമ്മയുടെ എന്താണ് ഈ വയസ്സായതിന്റെ ഒരു സ്വഭാവമാണ് ഈ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അമ്മയുടെ ആ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി. അമ്മയുടെ ശബ്ദം ബലഹീനതയായിക്കൊണ്ടിരിക്കുന്നു. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി. അമ്മ പതുക്കെ പതുക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്താണ്? അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്നു. മാനസിക और ശാരീരിക രൂപ സേ ദുർബൽ ഹോ രഹി. അമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും ദുർബലമായിക്കൊണ്ടിരിക്കും. അതായത് അമ്മയ്ക്ക് വയസ്സായി, അമ്മയുടെ എന്താണ് ദിനചര്യകളിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഇതാണ് പറയപ്പെടുന്നത്. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. बच्चों के प्रति प्यार और दुलार से रहने वाली माम एक दिन बच्चों के आश्रय में आ गए. എന്താണ്? കുട്ടികളോട് അത്യധിക സ്നേഹവും വാത്സല്യത്തോടെയും കൂടെയാണ് കുട്ടികളെ ഇത്രയും കാലം അമ്മ എന്താണ് വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് ആ മക്കളുടെ ആശ്രയത്തിലായി ആര് മാറി? ഈ അമ്മ അവരുടെ ആശ്രയത്തിലായി മാറിയിരിക്കുന്നു.
ധീരെ ധീരെ ബച്ചോം കെ സശക്ത് കന്തോ മേ മാം ഭാരി ബൻ ഗയി. പതുക്കെ പതുക്കെ ഈ മക്കളുടെ തോളിൽ, ഈ മക്കളുടെ ചുമലിൽ എന്താണ്, അമ്മ ഒരു ഭാരമായി തീർന്നു. जब तक जीवित रही माम हम बदलते रहे अपने कंधे, माम आखिर माम ही तो है, बार बार हमें कंधे बदलते देख. हमारे कंधों से उतर गई माम और माम के कंधों से उतरते ही उतर गए हमारे कंधे. जब तक बूटी माम जीवित रही बच्चे माम की उत्तरदायित्व एक दूसरे के कंधों पर डालते रही. അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്കൾ അമ്മയുടെ ഉത്തരവാദിത്വം, അമ്മയെ നോക്കുന്നതിന്റെ കടമ പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. എത്ര മക്കളുണ്ടോ അത്രയും മക്കൾ അമ്മയെ മാറി മാറി നോക്കാൻ തുടങ്ങി. सारी जिंदगी बच्चों के लिए जीने वाली मां बूटाപ്പെ में बच्चों के लिए बार बन गई. ജീവിതകാലം, ഇത്രയും കാലത്തിനുള്ള ഈ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ ഇന്നെന്താണ്, മക്കളുടെ ചുമലിലായപ്പോൾ അവർക്ക് അമ്മ ഒരു ഭാരമായി തീർന്നു. पर माम का मातृत्व बच्चों की इस कठिनाइयों को सह नहीं पाया. എന്നാൽ അമ്മയുടെ ഈ മാതൃത്വം, അമ്മയ്ക്ക് ഈ എന്താണ് അവസ്ഥ സഹിക്കാൻ കഴിഞ്ഞില്ല. വഹ് സ്വയം ഉൻകെ കംദോം സെ ഉതർ ഗയി, വഹ് സ്വയം ഉൻകെ കംദോം സെ ഉതർ ഗയി. അമ്മ സ്വയം മക്കളുടെ തോളിൽ നിന്ന്, ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇസ്ക അർത്ഥ് ഹേ മാ മർ ഹോ ഗയ, അമ്മ മരിച്ചുപോയി. മാം കെ അഭാവ് മേ ബച്ചെ ബേസഹാരെ ബൻ ഗയെ. അമ്മയുടെ അഭാവത്തിൽ കുട്ടികൾ എന്താണ്, ബേസഹാരെ, ആശ്രയമില്ലാത്തവരായി മാറി, നിരാശ്രയരായി മാറി. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മക്കൾക്ക് എന്താണ്, ആരുമില്ലാത്തവരായി മാറി. അപ്പോൾ അമ്മ വളരെ വിഷമത്തോടു കൂടിയാണ് മരണപ്പെട്ടത്. എങ്ങനെ, ഇത്രയും കാലം മക്കളെ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക് ഇന്ന് അമ്മ ഒരു ഭാരമായി എന്ന് അമ്മക്ക് തോന്നിയപ്പോൾ അമ്മ മക്കളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം അമ്മ വിഷമം സഹിക്കാൻ കഴിയാതെ മരിച്ചുപോയി. അങ്ങനെ മക്കൾക്ക് എന്താണ്, മക്കള് ആശ്രയമില്ലാത്തവരായി മാറി, നിരാശരായി മാറി. ഇതാണ് ഈ കവിത്രയാണ് ഈ കവിതയിൽ പറയാനുള്ളത്. प्यारो बच्चों, नवीं